ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് ഒരു സൺസെറ്റ് കാണാൻ പോയാലോ? മറൈൻ ഡ്രൈവിൽ സൺസെറ്റ് കാണാൻ പോകുന്നത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ സൺഡേ ദിവസമാണ് പോകുന്നത്. സൺഡേത്തെ തിരക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് ഈ കാണുന്നതാണ് നമ്മൾ CST എത്തിയിട്ട് ഇവിടുത്തെ CST പാലസ് എന്തുവാണ് പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാണ്. എന്ത് രസമാണ് കാണാൻ. എൻ്റെ പൊന്നു, അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ഷെയർ ടാക്സി എടുത്ത് നമ്മൾ മറൈൻ ഡ്രൈവിൽ വെയിൽ കൊള്ളാൻ വേണ്ടി ഇരിക്കുകയാണ്. സൂര്യൻ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ കുറേ നേരം വെയിലടിച്ച് കരിഞ്ഞ് മനുഷ്യൻ ഒരുപാട് പോയി. പിന്നെ നോക്കുമ്പോൾ അവിടെ 2, 3, 4, 5, 6 രണ്ട് കുട്ടന്മാരുണ്ട്. അവരെന്തൊക്കെയോ കാര്യം പറയുന്നുണ്ട്. മേ ബി അവരും ചിലപ്പോൾ സൺസെറ്റ് കാണാൻ വന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ സൂര്യൻ ചേട്ടൻ കടലിലേക്ക് താന്ന് പോകുന്നത് നമ്മൾ കാണുന്നത്. താന്ന് പോയപ്പോൾ നമുക്ക് ദഹിച്ചു. അവിടുന്ന് എഴുന്നേറ്റ് നടക്കാൻ പോയപ്പോൾ ഈ ഒരു പട്ടിക്കുട്ടനെ കണ്ടു. പട്ടിക്കുട്ടൻ സ്നേഹം കൊണ്ട് ലാളനെ കൊണ്ട് അങ്ങ് ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 2 കിലോമീറ്റർ നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. 2 കിലോമീറ്റർ അല്ല, 10 മിനിറ്റ്. നമ്മുടെ നടത്താൻ കാരണം 10 മിനിറ്റ് 20 മിനിറ്റ് ആയി. കാര്യം എന്താണെന്ന് വെച്ചാൽ വഴിതെറ്റി ഗൈസ്. അങ്ങനെ ഇവിടെ നടന്ന് ദാഹിച്ച് 2 കരിമീൻ ജ്യൂസൊക്കെ കുടിച്ച് നടന്ന് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ലണ്ടൻ അല്ല, ഇത് നമ്മുടെ മുംബൈയാണ്. എന്തോ ഡ്രാക്കുലയുടെ കെട്ടിടം പോലെയല്ലേ ഗൈസ്. ശരിക്കും എനിക്ക് അങ്ങനെ തോന്നി. പക്ഷെ എന്ത് രസമാണ് കാണാൻ. പിന്നെ ഇത് നമ്മൾ ഉച്ചയ്ക്ക് കണ്ട അതേ പാലസ് ആണ്. ഇപ്പോൾ രാത്രി നല്ല ലൈറ്റൊക്കെ ഇട്ട് എന്ത് രസമാണ് വീണ്ടും കാണാൻ. ഉച്ചയ്ക്ക് കിടന്നപ്പോൾ വേറൊരു ഭംഗി, ഇപ്പോൾ കണ്ടപ്പോൾ വേറൊരു ഭംഗി. അങ്ങനെ പിന്നെ അലക്കട നടന്നപ്പോൾ അവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഉടുപ്പ്, ചെരുപ്പ്, ബാഗ്, അങ്ങനെ 200-250 രൂപയ്ക്ക് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇവിടെ ഒരു ചേട്ടൻ കസ്റ്റമൈസ്ഡ് പെർഫ്യൂം ഒക്കെ ഉണ്ടാക്കുക. നല്ല മണമായിരുന്നു. ആദ്യം മണം വെച്ചപ്പോൾ തന്നെ മനുഷ്യൻ തലയ്ക്ക് എനിക്ക് ഇറങ്ങിപ്പോയി. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് റൂമിൽ എത്തേണ്ടത് കൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ട്രെയിനില്ല, നമ്മുടെ ട്രെയിനല്ല കേട്ടോ, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇറങ്ങുന്ന ട്രെയിനാണ് നമ്മുടെ. അങ്ങനെ നമ്മൾ ആ ട്രെയിനൊക്കെ കയറി ഭാഷയിലെത്തി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മുടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വൈബ് ഓട്ടായിരുന്നു. ചെല്ലുമ്പോൾ നമ്മൾ വേഗം തന്നെ റൂമിലെത്തിയപ്പോഴത്തേക്കിനും എൻ്റെ കോലം കണ്ടില്ലേ ബേസ്. അങ്ങനെ നമ്മൾ വേഗം റൂമിൽ നിന്ന് കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ. ഓക്കെ, ബൈ.